ഹോർമൂസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട് നാളിതുവരെ കാണാത്തൊരു അനിശ്ചിതാവസ്ഥ തുടരവേ അമേരിക്ക നൽകിയിരിക്കുന്ന പുതിയ സമാധാന കരാറുമായി ബന്ധപ്പെട്ട പ്രപ്പോസൽ ഇറാൻ്റെ ഉന്നത ഭരണാധികാര സമിതി പരിശോധിച്ചു വരുന്നു എന്ന റിപ്പോർട്ടാണ് ഇന്ന് ഏപ്രിൽ 18 രാത്രിയോടുകൂടി നമ്മൾ അറിയുന്നത്. ആ റിപ്പോർട്ടിൽ എന്തൊക്കെയാണ് പ്രപ്പോസലിലുള്ള കാര്യങ്ങളെന്നൊന്നും വ്യക്തമല്ലെങ്കിലും 2-3 പ്രധാനപ്പെട്ട കാര്യങ്ങളെ ചൊല്ലിയാണല്ലോ തർക്കം നിൽക്കുന്നത്. അക്കാര്യങ്ങളൊക്കെ അതിൽ വിശദീകരിച്ചിട്ടുണ്ട് എന്നാണ് വൈറ്റ് ഹൗസിൻ്റെ ഭാഗത്തു നിന്നും പറയുന്നത്. ഇതിനിടെ ഇന്നലെ ഇറാൻ തുറന്നുകൊടുത്ത ഹോർമൂസ് കടലിടുക്ക് ഇന്ന് അടച്ചെന്ന വാർത്ത വരികയും ആശങ്കയുണ്ടാവുകയും അതിനിടയിൽ കോൺവോയായി പോകാൻ വേണ്ടി നിന്ന കപ്പലുകളെല്ലാം ഗതി തിരിച്ചുവിടേണ്ട സാഹചര്യത്തിൽ എത്തുകയും ചെയ്തു എന്നും മാത്രമല്ല, അമേരിക്കയുടെ നാവിക വ്യൂഹം മേഖലയിൽ തുടരുകയാണെങ്കിൽ, ഇങ്ങനെ ഹോർമൂസ് കടലിടുക്കിനെ നിരീക്ഷിച്ചുകൊണ്ട് അമേരിക്കയുടെ പടക്കപ്പലുകൾ തുടരുകയാണെങ്കിൽ ഹോർമൂസിലൂടെ ഒരു കപ്പലും പോകേണ്ടതില്ല എന്ന തീരുമാനത്തിൽ ഇറാൻ എത്തിയതായും ഉച്ചയ്ക്ക് ശേഷം അതങ്ങ് അടച്ചതായും റിപ്പോർട്ടുകൾ പറയുകയാണ്. അതേസമയത്ത് കടന്നുപോയ ഇന്ത്യൻ പതാക പാറുന്ന 2 കപ്പലുകൾക്ക് മേൽ എണ്ണ ടാങ്കറുകൾ കടന്നുപോയ ആ 2 കപ്പലുകൾക്ക് മേൽ ഇറാൻ്റെ ഭാഗത്തു നിന്ന് വെടിവെച്ചതായിട്ടാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അതിലെ നാവികരെല്ലാം സുരക്ഷിതരാണെന്ന റിപ്പോർട്ട് വരുന്നുണ്ട്. ആദ്യം ഈ സൂചന കിട്ടിയ പാടെല്ലാ ഇന്ത്യൻ മാധ്യമങ്ങളും ഈ വിഷയത്തെ വളരെ വലിയ പ്രാധാന്യത്തിൽ റിപ്പോർട്ടായി നൽകുകയും ചെയ്തിരുന്നു. ഹോർമൂസ് കടലിടുക്ക് ഇറാൻ വീണ്ടും അടയ്ക്കുന്നതായി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് അമേരിക്കയുടെ പ്രസിഡന്റ് പറഞ്ഞത് ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട്, പക്ഷേ കാര്യങ്ങൾ അത്ര ശുഭകരമല്ല എന്നാണ്. കടലിടുക്ക് കാണിച്ച് അമേരിക്കയെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ വേണ്ടി ഇറാൻ ശ്രമിക്കുകയാണ് എന്നും ട്രംപ് പറഞ്ഞിരുന്നു. ഇപ്പോൾ ഈ കപ്പലിൻ്റെ ട്രാക്കേഴ്സ് റെക്കോർഡുകൾ നോക്കുന്ന സമിതികൾ പുറത്തുവിടുന്നത് ഹോർമൂസ് കടലിടുക്കിൻ്റെ അടുത്തേക്ക് നിരവധി കപ്പലുകൾ വരുന്നതും എന്നിട്ട് പെട്ടെന്ന് പിന്തിരിഞ്ഞ് പോകുന്നതും ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് അങ്ങനെ ചില ദൃശ്യങ്ങൾ ഉണ്ടായി എന്നാണ് പറയുന്നത്. ട്രംപ് ഒടുവിൽ പറഞ്ഞിരിക്കുന്നത് ഈ സമാധാന കരാർ ഒപ്പിടുന്നതുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് അടുത്തെത്തിയ സന്ദർഭങ്ങൾ നിരവധി ഉണ്ടായി എന്നാണ്. ഒന്നാമത്തെ പ്രശ്നം ഇപ്പോൾ തട്ടിത്തടഞ്ഞു നിൽക്കുന്നത് ഇറാൻ്റെ കൈവശമുള്ള 60% സമ്പുഷ്ടീകരണം സംഭവിച്ച യുറേനിയം 400 കിലോഗ്രാം ഉണ്ട്. അത് അമേരിക്കയ്ക്ക് നൽകണം എന്ന രൂപത്തിലുള്ള ഒരു വാശി നിലനിൽക്കുന്നു എന്നാണ്. ആ വിഷയത്തിൽ ഇറാൻ എതിരഭിപ്രായം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഒരു കാരണവശാലും അമേരിക്കയ്ക്ക് അത് നൽകില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. മറ്റേതെങ്കിലും രാജ്യങ്ങൾ കൊടുക്കുമോ എന്ന് 100% വ്യക്തമല്ലാത്തൊരു സാഹചര്യവുമുണ്ട്. അങ്ങനെ യുറേനിയത്തിൻ്റെ അംശങ്ങൾ അമേരിക്കയ്ക്ക് കിട്ടിയാൽ അപ്പോൾ തന്നെ ഇറാൻ്റെ സ്വത്ത് മരവിപ്പിച്ചിരിക്കുന്ന പരിപാടിയെ മാറ്റി സ്വത്ത് റിലീസ് ചെയ്ത് കൊടുക്കും എന്ന കാര്യം അമേരിക്ക അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു കരാറിൽ, അങ്ങനെ ഒരു വ്യവസ്ഥയിൽ ഇറാൻ നിൽക്കുമോ എന്നത് വ്യക്തമല്ലെന്നും അമേരിക്കയിൽ നിന്നുള്ള മാധ്യമങ്ങൾ തന്നെ പറയുകയാണ്. രണ്ടാമത്തെ തർക്ക വിഷയമായി നിൽക്കുന്നത് എത്ര നാളിനി ഇറാൻ ആണവായുധ പരീക്ഷണങ്ങളുമായി മുന്നോട്ട് പോകില്ല എന്നതിനെക്കുറിച്ചുള്ള ഉറപ്പിനെ കുറിച്ചാണ്. അതിപ്പോൾ പറയുന്നത് ഇറാൻ പറയുന്നു 5 വർഷത്തേക്ക് ഞങ്ങൾ ന്യൂക്ലിയർ വെപ്പൺ, ആണവ ആയുധങ്ങൾ ഉണ്ടാക്കില്ല എന്ന് ഉറപ്പ് തരാം. പക്ഷേ അതുപോലെ അടുത്ത 20 വർഷത്തേക്ക് ഉണ്ടാക്കില്ല എന്ന ഉറപ്പ് ഇറാൻ തരണം എന്ന് അമേരിക്ക വാദിക്കുകയും ചെയ്യുന്നു. പിന്നൊന്ന് നമ്മളെപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഹോർമൂസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട വിഷയം തന്നെയാണ്. എല്ലാ കാലത്തേക്കും ഇത് ഓപ്പണാക്കിയിടണം. ഒരു കാരണവശാലും കപ്പൽ കടന്നു പോകുന്ന സാഹചര്യത്തെ തടയാൻ പാടില്ല ഇറാൻ എന്നത് അമേരിക്ക ഒരു വ്യവസ്ഥയായി വെച്ചിട്ടുണ്ട് സമ്പൂർണ്ണ സമാധാന കരാറിൽ എത്താൻ വേണ്ടി. പക്ഷേ ഇറാൻ പറയുന്നത് ഇത് ഇറാൻ്റെ അധീനതയിൽ ഇരിക്കുന്നിടത്തോളം, അതിൻ്റെ സമ്പൂർണ്ണ അവകാശം ഇറാൻ ഉള്ളിടത്തോളം കാലം രാജ്യത്തിൻ്റെ പരമാധികാരം ഉപയോഗിക്കുക തന്നെ ചെയ്യും. ആരെങ്കിലും പ്രശ്നത്തിന് വന്നാൽ ഞങ്ങൾ അതിർത്തി അങ്ങ് അടയ്ക്കും, ഹോർമൂസിലൂടെ കപ്പലുകൾക്ക് പോകാൻ അനുവാദം കൊടുക്കില്ല, അങ്ങനത്തെ വ്യവസ്ഥയിലേക്ക് പോകണം എന്ന് ഇറാനും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ 2-3 കാര്യങ്ങളാണ് ഇപ്പോൾ കരാറിൽ തട്ടിത്തടഞ്ഞു നിൽക്കുന്നത്. മറ്റു യുദ്ധം തുടങ്ങേണ്ടി വന്ന സാഹചര്യമൊക്കെ ആളുകൾ മറന്നിട്ട് ഇപ്പോൾ യുദ്ധം അവസാനിപ്പിക്കുന്ന സാഹചര്യത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുമ്പോൾ പ്രതിബന്ധമായി നിൽക്കുന്ന കാര്യങ്ങൾ ഈ 2-3 മാത്രമാണെന്ന് അമേരിക്കൻ റിപ്പോർട്ടുകളും ശരിവെക്കുകയാണ്. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം UAE-യിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കാനുള്ളത്, UAE-യിലെ ചില ബാങ്കുകൾ ഇതിനകം പ്രഖ്യാപിച്ചിരിക്കുന്നു തങ്ങളുടെ ഇടപാടുകാർക്ക് വളരെ ആശ്വാസം നിറഞ്ഞ സാമ്പത്തിക സമീപനങ്ങൾ നൽകാൻ തയ്യാറാണ്. ഈ മൊത്തത്തിലുള്ളൊരു ജിയോ പൊളിറ്റിക്കൽ അസ്വസ്ഥതയുടെ ഭാഗമായിട്ട് പ്രധാനപ്പെട്ട ചില ബാങ്കുകളൊക്കെ വായ്പ തിരിച്ചടയ്ക്കുന്നതിന് സാവകാശം കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിന് 0% ഇൻട്രസ്റ്റ് എന്നുള്ളതാണ്. അല്ലാതെ 2-3 മാസം നീട്ടിക്കൊടുക്കുമ്പോൾ അതിൻ്റെ പലിശ കൂടി ഈടാക്കുന്ന സമീപനമല്ല. പ്രത്യേകിച്ച് ദുബായ് ഇസ്ലാമിക് ബാങ്ക്,
അതുപോലെ എമിറേറ്റ്സ് NBD മറ്റൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, പ്രോപ്പർട്ടി വാങ്ങാൻ വേണ്ടി വരുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് ഇപ്പോൾ ബുക്കിങ്ങിൻ്റെ സമയത്ത് തന്നെ ലോൺ അപ്രൂവ് ചെയ്ത് കൊടുക്കുന്ന സാഹചര്യം ഉണ്ടാക്കാം എന്നാണ് എമിറേറ്റ്സ് NBD സൂചിപ്പിച്ചിരിക്കുന്നത്. സാധാരണഗതിയിലാണെങ്കിൽ 30-40% ഓരോരുത്തർ അടച്ചിട്ട് അതിൻ്റെ പണി തീർന്നു വരുമ്പോൾ പിന്നെ ബാക്കി കൊടുത്തിട്ട് മൊത്തം സ്വന്തമാക്കണമല്ലോ. ആ സമയത്താണ് ബാങ്ക് ലോൺ കിട്ടുക എന്ന സാഹചര്യം ഉണ്ടാവുന്നത്. എന്നാൽ ഇപ്പോൾ അങ്ങനെ വേണ്ട. ചില പ്രധാനപ്പെട്ട വളരെ ട്രസ്റ്റ് വർത്തിയായിട്ടുള്ള ചില ഡെവലപ്പേഴ്സിൽ നിന്ന് പ്രോപ്പർട്ടി വാങ്ങുകയാണെങ്കിൽ, അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളിൽ നിന്ന് മാത്രം വാങ്ങുകയാണെങ്കിൽ എമിറേറ്റ്സ് NBD പോലുള്ള ബാങ്കുകൾ ഇപ്പോൾ ഇങ്ങനൊരു അവസരം കൊടുക്കാമെന്ന വാഗ്ദാനം മുന്നോട്ട് വയ്ക്കുന്നതായും റിപ്പോർട്ടുണ്ട്. അങ്ങനെ പല ബാങ്കുകളും, മഷ്റഖ് ബാങ്ക് അവരുമായി ബന്ധപ്പെട്ട മറ്റു ചില ഇൻഷുറൻസിൻ്റെ പദ്ധതികളൊക്കെ ആശ്വാസകരമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഓരോരോ ബാങ്കുകളായി രംഗത്ത് വരികയാണ്. ആളുകൾക്ക് ഈ EMI അടയ്ക്കുന്നതിൽ, ഓട്ടോ ലോൺ, കാറിൻ്റെയൊക്കെ ലോൺ എടുത്ത് വെച്ചിട്ട് തിരിച്ചടയ്ക്കാൻ പറ്റാതെ ഈ സമയത്ത് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ടെങ്കിൽ അതൊക്കെ കൊടുക്കാൻ വേണ്ടി 10-25,000 പേർക്കെങ്കിലും ഇങ്ങനെ ഈ കാർ ലോണൊക്കെ ഒന്ന് മാറ്റിക്കൊടുക്കാനുള്ള സാഹചര്യം ചില ബാങ്കുകൾ ആലോചിക്കുന്നു. ഏതായാലും ഒരു സാമ്പത്തിക സമാശ്വാസ പദ്ധതിയിലേക്ക് ബാങ്കുകൾ കൃത്യമായി മുന്നോട്ട് വന്നുകൊണ്ട് ചെയ്തു കൊടുക്കുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ഫെബ്രുവരി 28 മുതൽ അടഞ്ഞു കിടക്കുന്ന ദുബായ് ഗ്ലോബൽ വില്ലേജ് ഏപ്രിൽ 20 തിങ്കളാഴ്ച തുറക്കുന്നു എന്ന വാർത്ത വന്നിട്ടുണ്ട്. സ്കൂളുകൾ ഏപ്രിൽ 20 തിങ്കളാഴ്ച തുറക്കുന്നു നേരത്തെ തന്നെ പറഞ്ഞിരുന്നതാണ്. ബസ്സുകളുടെ കാര്യത്തിൽ ഒരു ആശയക്കുഴപ്പമുണ്ടായിരുന്നു. അങ്ങനെയൊന്നുമില്ല. തിങ്കളാഴ്ച മുതൽ തന്നെ സ്കൂൾ ബസ്സുകളും ഓടും. കുട്ടികളെ എടുത്തുകൊണ്ട് പോകാനും വരാനും അധ്യാപകർക്ക് സഞ്ചരിക്കാനും ഒക്കെ അത് ഉപകാരപ്പെടും. ആശങ്ക വേണ്ട എന്ന് മിനിസ്ട്രി എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ റാസ് ഖൈമ ജബൽ ജയ്സിലേക്ക് പോകാനിരിക്കുന്ന ആളുകൾ ഞങ്ങൾ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞതാണ്. തൽക്കാലം ഇത് അടുത്ത അറിയിപ്പ് ഉണ്ടാവുന്നതുവരെ ജബൽ ജയ്സ് തുറന്നു കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. Night updates supported by Hashim Hypermarket, Kalyan Jewellers, Lulu, Arin Bakers, eLessons.net, Fira Foods, Dhanvantari Ayurveda, Al-Sud Cargo, Gold Star Rent-A-Car, Dr. Rasina's Ayurvedic Clinic, Ain Golden Diamonds, Choco World, Vintage Lux Real Estate, Partha Signature Abu Shagara, Sharjah.